നമ്മുടെ കൈകളിൽ ധാരാളം സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചില വ്യക്തികൾ വിചാരിക്കുന്നത് ധാരാളം പണം കയ്യിലുണ്ടെങ്കിൽ എല്ലാം നേടി എന്നാണ് ചിലരുടെ ധാരണ. ഈ ലോകത്തിൽ ജീവിക്കാൻ പണം വേണം, പൈസ എല്ലാത്തിനും വേണം. പണമുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കുന്ന പല വ്യക്തികളും ഇനി ഒരു വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടാകാം. പണമാണ് ഏറ്റവും വലുതെന്നുള്ളൊരു ചിന്ത, പണമുണ്ടെങ്കിലേ എന്തുമുള്ളൂ എന്നൊരു ചിന്ത. തീർച്ചയായിട്ടും മനുഷ്യർക്ക് അത് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പണം ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ പണമാണ് എല്ലാം എന്ന് നമ്മൾ ചിന്തിക്കാൻ വരട്ടെ. കാരണം പണമുള്ള എത്രയോ വ്യക്തികൾ അവർ ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിക്കാതെ, അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റാതെ, കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ടും ഒന്നും അനുഭവിക്കാൻ പറ്റാതുള്ള രീതിയിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പൊ പണമാണ് ഏറ്റവും വലുതെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. പണം വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ, സാമ്പത്തികം വേണം. നമുക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു കാറ് വേണം, മറ്റുള്ളവരുടെ മുമ്പ് കൈ നീട്ടാതെ കണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാമ്പത്തികം വേണം, പണം വേണം. എന്നാൽ ഇതാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ മണ്ട. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നാലുക്കൊപ്പം ഉള്ള ജീവിതം, നല്ല ഡ്രസ്സുകൾ, ഇതൊക്കെ വേണം, പണം വേണം. പക്ഷേ ഈ പണം ഉണ്ടാക്കുമ്പോൾ മനുഷ്യ നാം ഒന്ന് ചിന്തിച്ചുകൊള്ളൂ, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ഒരു ആത്മാവിനെ നമ്മൾ സുരക്ഷിതമാക്കിയിട്ടുണ്ടോ? പല വ്യക്തികൾക്കും അറിയില്ല, ഞാൻ എന്തിനോ ഇവിടേക്ക് വന്ന് ജീവിക്കുന്നു. സ്ത്രീകളാണെങ്കിൽ വിചാരിക്കും പഠിക്കണം, നല്ലപോലെ പഠിച്ചു വരണം, ഒരു ജോലിയൊക്കെ വാങ്ങിക്കണം, വിവാഹം കഴിക്കണം. ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളോ അങ്ങനെ ചിന്തിക്കുന്നില്ല. പലരും, ഭൂരിഭാഗവും ഇന്ന് വിവാഹമേ വേണ്ട എന്നുള്ള ചിന്താഗതിയാണ് നിൽക്കുന്നത്. എങ്കിലും നോർമൽ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം, അതിൽ കുറച്ച് കുട്ടികൾ ഉണ്ടാകണം, അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെ ജീവിച്ചു, പിന്നെ അച്ഛനമ്മമാരെ നോക്കണം, അങ്ങനെ 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 അങ്ങോട്ട് പോയി പലപ്പോഴും തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നറിയാതെ കണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. എന്താണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതും ജീവിക്കുന്നതും? പല വ്യക്തികളും വിധിക്കുകയാണ്, എന്തിനിവിടെ വന്ന് ജനിച്ചു? പലരുടെയും ചിന്ത ഇതാണ്. ഞാനങ്ങ് ജനിക്കാതിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളൂ, ഇവിടെ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതിന് കൃത്യമായിട്ടൊരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന് കൃത്യമായിട്ടൊരു പർപ്പസ് ഉണ്ട്. ആ ഒരു പർപ്പസിനെ നമ്മൾ തിരിച്ചറിയണം. പല മനുഷ്യരും ഇന്നത് തിരിച്ചറിയുന്നില്ല. നമ്മളിവിടെ എന്തിനാണ് വന്ന് ജനിച്ചതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യുവാനുണ്ട്. എഫേസ്യർ 1:4 പറയുന്നു, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ, ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു വചനം യിരെമ്യാവ് 1:5, നിന്നെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അങ്ങനൊരു ദൈവം നമുക്കുണ്ട്. ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പും ലോക സ്ഥാപനത്തിന് മുമ്പും നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എങ്കിൽ, നമ്മളെ അറിഞ്ഞു എങ്കിൽ, ആ അറിഞ്ഞ ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതിന് കൃത്യമായിട്ടൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ഇതിനെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ആ ദൈവത്തെയും തിരിച്ചറിയുന്നില്ല. നമ്മൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ പല സ്ഥലത്തേക്കും പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കാണും നമുക്ക് അവിടെ പോയി സാധിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൽ പലതും നമ്മൾ മറന്നു പോകും അവിടെ ചെല്ലുമ്പോൾ. എന്നതുപോലെ നമ്മൾ ദൈവത്തിൽ നിന്നും ഈ ഒരു ഭൂമിയിലേക്ക് വരികയും, ഈ ഒരു ഭൂമിയിലേക്ക് വന്ന് ജനിച്ച് ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ മരിച്ചു പോകുമെന്ന്. ഇപ്പൊ എന്റെ പേര് വൈഗ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോയി എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ എന്റെ ജഡം ഇവിടെ കിടക്കുമായിരിക്കും, അനേകർ വന്ന് കാണും. ആ കാണുന്ന സമയത്തും മറ്റുള്ള വ്യക്തികൾ പരസ്പരം പറയുന്നത്, ആ വൈഗ സിസ്റ്ററില്ലേ, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ നമ്മുടെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് എന്തോ ഉണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
ഇവിടെ വന്ന ദേഹത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ, ദേഹമാണ് ഈ പുറമേ കാണുന്ന ഈ ഒരു രൂപം, ഇത് ദേഹമാണ്. ഈ ദേഹത്തിനകത്ത് ഒരു ദേഹിയുണ്ട്. ഉള്ളില് നമുക്ക് ചിന്തകളും വിവേചനവും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ നമുക്ക് തരുന്ന ഒരു മനസ്സ്, ഒരു ദേഹി, ഒരു ചിന്താശേഷി. അതിലൂടെയാണ് നമ്മൾ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കിയൊക്കെ എടുത്ത് നമ്മളെ പല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും പല കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള പ്രേരണകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്ന് ചിന്തയിൽ വരുന്നുണ്ട്. എന്നാൽ ഇതിലെല്ലാം അകത്തായിട്ട് ഒരു കുഞ്ഞൊരു സംഭവമുണ്ട്. അവിടെയാണ് ഈ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഇരിക്കുന്നത്. ആ ഒരു വ്യക്തിത്വത്തിന്റെ പേരാണ് ആത്മാവ്. ആ ഒരു ആത്മാവിനെ നമ്മുടെ ദേഹത്തിനകത്തുണ്ട്. അപ്പൊ ഈ ഒരു ആത്മാവിനെ വഹിച്ച്, ഈ ഒരു ദേഹിയെ വഹിച്ച്, ഈ ഒരു ദേഹം ഇവിടെ ഭൂമിയിലേക്ക് വന്നെങ്കിൽ ഈ ഒരു കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട്. ഒരു ചെറിയ ഒരു രീതിയിൽ ഞാൻ അതിനെ ഒന്ന് വിശദീകരിച്ചു തരാം. ശരീരമാകുന്ന വാഹനം, ഇപ്പൊ എന്റെ ഈ ഒരു ശരീരം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു ശരീരം എന്ന് പറയുന്നത് ഇതൊരു വാഹനമാണെന്ന് സങ്കല്പിച്ചോളൂ. ആ ഒരു വാഹനത്തിന്റെ ഡ്രൈവറാണ് ദേഹി എന്ന് പറയുന്നത്. ആ ദേഹി കറക്റ്റായ രീതിയിൽ ഡ്രൈവ് ചെയ്യണം. ഡ്രൈവറാണ് നമ്മുടെ ശരീരമാകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാകുന്ന ദേഹി എന്ന് പറയുന്ന ഡ്രൈവർ. ഒരു യാത്രക്കാരൻ ഇതിനകത്തുണ്ട്, ആത്മാവെന്ന് പറയുന്ന യാത്രക്കാരൻ. ആ യാത്രക്കാരൻ കയറി ആ വാഹനത്തിനകത്തിരിക്കുകയാണ്. ദേഹി എന്ന് പറയുന്ന ഡ്രൈവർ കൃത്യമായിട്ട് ഈ ഒരു ദേഹമാകുന്ന വാഹനത്തെ ഡ്രൈവ് ചെയ്ത് ഇതിനെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവന്നെത്തിക്കുക. ഇന്ന് നമ്മൾ പലപ്പോഴും പലരെയും നോക്കിക്കഴിഞ്ഞാൽ അവർ സഞ്ചരിക്കുന്ന അവരുടെ ദേഹി, അവരുടെ ഡ്രൈവർ വളരെ മോശമായ അവസ്ഥകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. മദ്യപാനത്തിലേക്കും വെറുക്കൂത്തുകളിലേക്കും മയക്കുമരുന്നുകളിലേക്കും ഈ ലോകത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോയി നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ നമ്മുടെ ദേഹിയായ ഡ്രൈവർ കൃത്യമായിട്ട് നമ്മുടെ ദേഹത്തെ രക്ഷിച്ചു കൊണ്ടു ചെന്നാക്കേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ദേഹി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ദേഹമാകുന്ന വണ്ടിയെ ഡ്രൈവ് ചെയ്ത് അതിനകത്തിരിക്കുന്ന ആത്മാവിനെ വഹിച്ചു കൊണ്ട് പോകുമ്പോ ദേഹി ഇഷ്ടപ്പെട്ട വഴികളിലൂടെ, ആ ഡ്രൈവർ ഏതേലുമൊക്കെ വഴികളിലൂടെ, ദുർഘടമായിട്ടുള്ള വഴികളിലൂടെ, സഞ്ചരിക്കാൻ പാടില്ലാത്ത വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചു പോകുമ്പോൾ ഇത് എവിടെയെങ്കിലും ചെന്ന് നിയന്ത്രണമില്ലാതെ ഇടിക്കുമ്പോൾ ആ ദേഹത്തിന് കേടുവരും, ദേഹിക്ക് കേടുവരും, അതിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരനും കേടുവരും. ദേഹമാകുന്ന ബസ്സിന് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിന് കേടുവരും, ദേഹിയാകുന്ന ഡ്രൈവറിന് കേടുവരും, അതിൽ യാത്ര ചെയ്യുന്ന ആത്മാവിനും കേടുവരും, യാത്രക്കാരനും കേടുവരും. അപ്പോ ഈ ഒരു കേടുവരാതെ നോക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമുക്കുണ്ട്. നമ്മുടെ ആത്മാവും ദേഹവും ദേഹിയൊക്കെയാണ് എങ്ങനെയാണ് ആ ഒരു ആക്സിഡന്റിലേക്ക് പെട്ടുപോകുന്നത്, ആ ഒരു അപകടത്തിലേക്ക് പെട്ടുപോകുന്നത്? ക്രമമില്ലാത്ത ജീവിതം, അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതം. അടുക്കും ചിട്ട എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പൊതുവെ നേരത്തെയൊക്കെ ഈ ബിസിനസ്സിലൊക്കെ നിന്നിട്ടുള്ള സമയത്തൊക്കെ ഒരുപാട് പേരും എന്നെ വളരെ വിചാരണ ചെയ്ത് കാരണം ഭയങ്കര പട്ടാള ചിട്ടയാണ്. പഞ്ച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ കുറ്റപ്പെടുത്തുന്നതാണ് കേട്ടിട്ടുള്ളത്. പട്ടാള ചിട്ടയാണെന്ന്. കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ അനുഗ്രഹിക്കുകയാണ് കർത്താവിന്റെ നാമത്തിൽ. ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പഞ്ച്വാലിറ്റി ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും. അടുക്കും ചിട്ടയോടുകൂടിയുള്ള ജീവിതം എന്ന് നമ്മൾ പറയുന്നത് ഒരു കുത്തഴിഞ്ഞ ജീവിതം പോലെയാണ് ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിതം. എന്താണ് കുത്തഴിഞ്ഞ ജീവിതം? നമ്മൾ വന്നത് എന്തിനാണെന്ന് അറിയത്തില്ല, ജീവിക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല, കുടുംബത്തിൽ സമാധാനമില്ല, കൂടെയുള്ള വ്യക്തികളിൽ സമാധാനമില്ല, ആകപ്പാട് ദുരിതം പിടിച്ച അവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. എന്നാൽ ഈ കുത്തഴിഞ്ഞ് കിടക്കുന്നതിനെയൊക്കെ ഒന്ന് അടുക്കി പറക്കി ഒന്ന് കൂട്ടിവെച്ച് അതിനൊരു തുന്നലിട്ട് ഒരു കുത്തിത്തയ്യലൊക്കെ ഇട്ട് അതിനെ ശരിയായ രീതിയിൽ അടുക്കി വെക്കുക. ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, നിങ്ങളുടെ ജീവിതം ഒരു കുത്തഴിഞ്ഞ ജീവിതമാണെങ്കിൽ, ഒരു ലക്ഷ്യബോധമില്ലാതുള്ള ഒരു ജീവിതമാണെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ കൃത്യമായി ദേഹി എന്ന് പറയുന്ന ഡ്രൈവ് ചെയ്ത് കൊണ്ടുചെന്ന് നമ്മൾ എവിടെ നിന്നാണോ വന്നേക്കുന്നത് ആ സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് തിരികെ എത്തിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്.
നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദേഹി എങ്ങനെ ആകണം? ഉള്ളിലു കിടക്കുന്ന ആത്മാവിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് നമ്മൾ മാറണം. ആ ഒരു നിയന്ത്രണത്തിലേക്ക് നമ്മൾക്ക് നോർമൽ രീതിയിൽ മാറാൻ പറ്റില്ല. നമ്മൾ ആ ഒരു നിയന്ത്രണത്തിലേക്ക് മാറണമെങ്കിൽ കുറച്ച് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പിറക്കുകയും ഇവിടെ വന്ന് പിറന്ന് 33.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതിൽ അവസാനത്തെ 3.5 വർഷം തന്റെ ജനങ്ങളോട് സുവിശേഷത്തെ അറിയിക്കുകയും പല മനുഷ്യരോടും പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. ഈ പിതാവിന്റെ അടുക്കൽ നിന്നാണ് നമ്മളൊക്കെ വന്നേക്കുന്നത്. അപ്പൊ ആ പിതാവിന്റെ അടുക്കലേക്ക് നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവൊന്ന് ഉണരണം, നമ്മുടെ ആത്മാവൊന്ന് തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന ദേഹിയാകുന്ന ഡ്രൈവർ, യാത്ര ചെയ്യുന്ന ഉള്ളില് വാഹനത്തിൽ വെച്ചേക്കുന്ന യാത്രക്കാരനൊന്ന് തിരിച്ചറിയണം, ആ ദേഹി ഒന്ന് തിരിച്ചറിയണം. എനിക്ക് പോകേണ്ടുന്നത് അവിടെ തൃശ്ശൂരേക്കാണ്, തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരേക്കാണ്. അത് ആ ഡ്രൈവറിന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ താൻ ഓടിക്കുന്ന വണ്ടി കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്നെടുത്ത് തൃശ്ശൂരേക്ക് എത്തുകയുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേഹിയാകുന്ന ഡ്രൈവറിന് തിരിച്ചറിയണം, ഞാൻ ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്കാണ് എത്തിക്കേണ്ടുന്നതെന്ന്. അങ്ങനെ എത്തിക്കണമെങ്കിൽ ഇവിടെ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ യേശു എന്ന് പറയുന്ന വഴി നമ്മൾ തിരിച്ചറിയണം. ആ ഡ്രൈവറിന് വഴി തിരിച്ചറിയണ്ടേ? എങ്കിലല്ലേ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റൂ. അപ്പൊ യേശു ആകുന്ന വഴിയിലൂടെ കേറി നമ്മൾ പിതാവിന്റെ അടുക്കലേക്ക് എത്തണമെങ്കിൽ ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ദേഹി ഇത് തിരിച്ചറിയുകയും ഉള്ളിലിരിക്കുന്ന ആ യാത്രക്കാരനെ ഒന്ന് ഉണർത്തിയെടുക്കണം. നമുക്ക് യാത്ര ചെയ്യേണ്ടുന്നത് ഇങ്ങോട്ടാണ്. അത് കൊണ്ടുവന്ന് ഗട്ടറിലും ചാടിച്ച് അവിടെ ഇവിടെയും കൊണ്ടുവന്ന് ഇടിച്ചും മറിച്ചും ആ ആത്മാവിനെ, ആ യാത്രക്കാരനെ നശിപ്പിക്കുകയല്ല വേണ്ടുന്നത്. നമ്മൾ തിരിച്ചറിയണം നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന്. അപ്പൊ ആ ഒരു പിതാവിലേക്കുള്ള യാത്രയിൽ യേശുക്രിസ്തു ഇവിടെ വന്ന് ഞാനാകുന്ന വഴിയും സത്യവും ജീവനും എന്ന് പറയുകയും തന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ ലോകത്തിലെ ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവരുടെ പാപങ്ങളും അവരുടെ ശാപങ്ങളും അവർ അനുഭവിക്കേണ്ടുന്ന നിത്യ നരക യാതനകളും യേശുക്രിസ്തു ഒറ്റയ്ക്ക് വഹിച്ചു. മറ്റു മനുഷ്യരെ കൊണ്ടൊന്നും അത് പറ്റില്ലായിരുന്നു. ഈ മനുഷ്യരുടെ പാപത്തിന്റെ കയ്പ് നീര് കുടിക്കുവാൻ മറ്റൊരു മനുഷ്യനെ കൊണ്ടും പറ്റില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു. നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു. നമ്മളെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയിട്ട്, അവകാശത്തോടുകൂടി അപ്പ എന്ന് വിളിക്കാനുള്ള അവകാശത്തോടുകൂടി കടന്നു ചെല്ലുവാനുള്ള ഒരു മാർഗം യേശുക്രിസ്തു നമുക്ക് തുറന്നു തന്നു. അപ്പൊ പണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ സഞ്ചാരം. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ഒരു ആത്മാവിനെ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് പിതാവിന്റെ അടുക്കലേക്ക് എത്തണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. നിങ്ങൾക്ക് ഒരു ജാതി ഉണ്ടാകാം, ഒരു മതം ഉണ്ടാകാം, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ ജാതിയോ മതമോ മാറ്റുന്ന ഒരു പ്രക്രിയ അല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ എന്റെ കർത്താവും രക്ഷിതാവുമായി ഇന്ന് നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന കർത്താവ് ഇനി നിങ്ങളുടെ ജീവിതയാത്രയെ മുന്നോട്ട് നയിക്കും. ആ ജീവിതയാത്രയെ മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അവിടെ ലഭിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ക്രിസ്തുവിൽ നമ്മൾ ജീവിച്ച് വളർന്ന് ക്രിസ്തുവോളം വളർന്നു വരുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. പണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ലോകത്തിൽ നമ്മൾ വന്ന് ജനിച്ചതും കല്യാണം വിവാഹം കഴിക്കുന്നതും നല്ലൊരു ജോലി വാങ്ങുന്നതല്ല ഈ ലോകത്തിന്റെ ബാക്കിയാണ് നമുക്കിവിടെ ഉണ്ട്. അതെല്ലാം നമുക്ക് വേണം. പക്ഷെ സത്യസുവിശേഷം, സത്വർത്തമാനം നമ്മൾ തിരിച്ചറിയണം. യേശുവിലൂടെ അല്ലാതെ കണ്ട് ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് എത്തുവാൻ സാധിക്കില്ല. യേശുവിനെ നിങ്ങൾ ഇന്ന് സ്വീകരിക്കാൻ തയ്യാറാകണം. ആ ഒരു യേശുവിനെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞ യേശുവിനെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സകല രോഗങ്ങളും തന്റെ ശരീരത്തിൽ വഹിച്ച യേശുവിനെ, അവന്റെ അടിപ്പിണരാലുള്ള രോഗസൗഖ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യേശു ഏറ്റ അടി, നിന്ന, ഇതൊക്കെയും നമുക്ക് വേണ്ടിയിട്ട് യേശു സഹിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു യേശുവിനെ നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. അപ്പോസ്തലപ്രവൃത്തി 16:31 പറയുന്നു,
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് കേൾക്കുന്നത് നീ ആയിരിക്കാം, പക്ഷേ നീ എടുക്കുന്ന ഒരു തീരുമാനം ആ ഒരു കുടുംബത്തിനകത്തുള്ള മുഴുവൻ ആൾക്കാരെയും രക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയെ തുറക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് മരിച്ച ആ യേശു ക്രിസ്തുവിനെ ഇന്ന് നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്റെ ജീവന് വേണ്ടിയിട്ട്, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായി എന്നുള്ള തിരിച്ചറിവ് എന്നിലുണ്ട്. കർത്താവേ, ഞാൻ ഈ ഒരു കർത്താവിനെ ഞാൻ വിശ്വസിക്കുകയും കർത്താവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്ത് ഞാൻ അനുഭവിക്കേണ്ട കഷ്ടങ്ങളിൽ നിന്നൊക്കെയും കർത്താവായ യേശു ക്രിസ്തു എന്നെ വിടുവിച്ചു. അതിനാൽ തന്നെ ഞാൻ എന്റെ യേശുവിനെ ഞാൻ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.